ചേട്ടൻ ഈ വളി വിടാത്ത കൊക്കിന്റെ വീട് അറിയൂ? ഇതിൽ അങ്ങോട്ടേക്ക് കേറി കൊടുക്കാല്ലേ, ഞാൻ അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയാ. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഫ്ലാഷ് ബാക്ക്. അപ്പൊ അവിടെ വളി വിടുന്ന സൗണ്ട് വിടുക ഒരു തിയേറ്ററിനകത്ത്, ഒരുത്തൻ തൂറുന്ന സൗണ്ട് വിടുക ഒരു തിയേറ്ററിനകത്ത്. ഇത്രയും ജനങ്ങൾ കണ്ടോണ്ടിരിക്കുക. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. എന്തുകൂടെ തോള് കരിച്ചിരിക്കുന്നേ? അയ്യോ, ഞാൻ മര്യാദയ്ക്ക് നിൽക്കുന്നേ, പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ സത്യം. അല്ല, എല്ലാരും പറയുന്നത് നമ്മുടെ പടത്തിന്റെ സ്ക്രിപ്റ്റും DOPയും ഡയറക്ഷനും ലൈറ്റ് വർക്കും ഡയലോഗ്സും എഡിറ്റിങ്ങും കളർ ഗ്രേഡിങ്ങും സോങ്ങും ഒക്കെ ഞാൻ തന്നെ ചെയ്തെന്നാ. കണ്ടാലും തോന്നും. ഇപ്പൊ എല്ലാം കൂടെ ഷോൾഡർ ചെയ്തിട്ട് എന്റെ ഷോൾഡർ ഒന്ന് ചിരിക്കണം. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സാറിന് വിരോധമില്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. ഇങ്ങോട്ട് പോന്ന്. അല്ല, ആക്ടിംഗ് വർക്ക്ഷോപ്പിന്. ആര് പറഞ്ഞെന്ന്? അല്ല, കമന്റ് സെക്ഷനിലൂടെ മമ്മൂട്ടി സാറിനെ മോഹൻലാൽ സാറിനെ ഒക്കെ ആക്ടിംഗ് പഠിപ്പിക്കുന്ന. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? എന്തുകൂടെ തിരിച്ചു വരുന്നേ? അല്ല, അവിടെ ഫുള്ള് ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരാ. അവിടെ നമുക്ക് കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അങ്ങോട്ട് പോവാ സേഫ്. ഓ, എന്തൊരു ചളിയാടോ, ചളിവാരി അങ്ങ് തെറിപ്പിക്കുവോ, പൊത്തുവോ ചളിവാരി. ഞാൻ ആൾക്കാരൊക്കെ അത്യാവശ്യം ഫാമിലി ഓഡിയൻസും ആൾക്കാരെ കേറുന്നുണ്ട്. എല്ലാം നിന്റെ ഫാമിലി തന്നെ ചെയ്യും. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ല, എനിക്ക് 10-15,000 ഫാമിലി മെമ്പേഴ്സ് ഒന്നും ഇല്ല. പോയാ ഇറങ്ങി നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അല്ല, ഈ ഡയറക്ടറിന് വേണ്ട ക്യാരക്ടറും എന്റെ റിയലിലെ ക്യാരക്ടർ സെയിം ആണ്, അത് തന്നെ അഡാപ്റ്റ് ചെയ്യാൻ. അതേടാ, ഞാൻ നിനക്കൊരു ശല്യാണെന്ന് എനിക്കറിയാടാ. പോടാ, നീ എന്തിനാടാ ഇങ്ങനെ ചുമ്മാ വന്ന് പോടാ. കൊല്ല്, എന്നാ കൊല്ല്. ഇതിലും ഭേദം മരിക്കുന്ന. കൊമ്പേരിക്കാൻ നീ എന്താ കൊമ്പിയോ? നമ്മുടെ പടം കണ്ടായിരുന്ന? അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ. ഞാൻ നിന്റെ കളിച്ച പടം ഒന്നും കണ്ടില്ല. പടത്തിലെ ഡയലോഗ് പറഞ്ഞു. ബാലമേ വായിച്ചു പോ. ആരെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്, തളർത്തിയിട്ടോണം. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. പറഞ്ഞാ മനസ്സിലാകത്തില്ല. പോടാ ഇറങ്ങി. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ.